What's up, guys? It's me, Abel, and Mummy's over here. I'm eating the chicken burger. See? Okay. And then the poutine. Oh, poutine also there? Oh. Yeah. Poutine, dude. Leave it there. ഓക്കെ ഹലോ കൂട്ടുകാരെ. അപ്പം ഞങ്ങളൊരു നടന്ന് വരുമ്പം ഏബലിന് ഹംഗ്രിയായി. അപ്പം ഞങ്ങൾ ഒരു ബർഗർ മേടിച്ചു. അവന് ഭയങ്കരമായിട്ട് വിശന്നിട്ട് അത് കഴിഞ്ഞിട്ട് അവനതിരുന്ന് കഴിക്കുന്നു. അപ്പം ഇറ്റ്സ് റിയലി ഹംഗ്രി ബോയ്. ഓക്കെ, അപ്പം ഇരുന്ന് കഴിച്ച് നമ്മളിഞ്ഞ് വീണ്ടും നടക്കും 1 മണിക്കൂർ. വെരി ഹംഗ്രി ആയിപ്പോയോ ഏബലിന്? I'm very hungry. ഇറ്റ്സ് ഓക്കെ റൈറ്റ്? Yep. ഓക്കെ, എൻജോയ് ഒക്കെ. അപ്പോൾ എന്തൊക്കെയുള്ളത്? ടേസ്റ്റി Yeah. ചിക്കൻ ക്രിസ്പി ബർഗർ റൈറ്റ്? Yeah. അതും പിന്നെ Poutine. ക്യാൻ യു ഓപ്പൺ പ്ലീസ്? The poutine. ക്യാൻ യു ഓപ്പൺ ഫോർ മീ? ഐ വിൽ സീ. ഇതാണ് പുട്ടീൻ. അവൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫേവറേറ്റ് സാധനമാണ് പുട്ടീൻ റൈറ്റ്? എനിക്കിതിനോടൊന്നും താല്പര്യമില്ല കേട്ടോ ഏബലെ. എനിക്ക് ബർഗറും എനിക്ക് ഹോം മെയ്ഡ് ഫുഡിനോട് താല്പര്യം. പക്ഷേ ഇടയ്ക്ക് വെളിയിൽ നിന്ന് വാങ്ങുന്നതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം പിന്നെ ചില്ലി ചിക്കനും ബിരിയാണിയൊക്കെ ഇടയ്ക്ക് നമ്മൾ തന്നെ എപ്പോഴും ഉണ്ടാക്കി കഴിയുമ്പോൾ ഒരു വെറൈറ്റി അല്ലേ? അപ്പം നിങ്ങൾ മിക്കവാറും തന്നെ വെളിയിൽ നിന്ന് കഴിക്കില്ലേ ചേച്ചിയും ബ്രദറും? നോട്ട് ഓൾ ദ ടൈം, ബട്ട് വീക്കിലി ഒരു 5 ടൈമെങ്കിലും കഴിക്കാറുണ്ട്. എന്തായാലും ഹെൽത്തി ഫുഡ് കഴിച്ച് പഠിക്കുക തന്നെ കേട്ടോ. വളരുമ്പോൾ ഇങ്ങനെ ശീലമാക്കരുത് കേട്ടോ, വല്ലപ്പോഴും ഒക്കെ. അപ്പം ഹെൽത്തി ഫുഡ് ഇടയ്ക്ക് വെളിയിൽ നിന്ന് വാങ്ങലുണ്ട്. ഏബലിന് ഭയങ്കര ഇഷ്ടമാണ് കുട്ടീൻ. അപ്പോൾ അതൊരു ശീലമാക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ശീലമാക്കാൻ പാടില്ല കേട്ടോ, നല്ലതല്ല. ഇടയ്ക്കൊക്കെ പിള്ളേരല്ലേ, ഒരാഗ്രഹം വരുമല്ലോ അല്ലേ, അതൊക്കെ സമ്മതിച്ചിരിക്കുന്നു. അപ്പം ഇവിടെ ഇങ്ങനെ ഇരുന്ന് കഴിക്കാൻ നല്ല രസമല്ലേ? ഇവിടെ ഇവിടെ എന്തുവാ ജോലിക്കാരെല്ലാം വന്നിരുന്ന് കഴിക്കുന്ന ഒരു നല്ല രസകരമായിട്ടാണ് അവരുണ്ടാക്കിയിരിക്കുന്നത്. മരത്തിൻ്റെ ചുവട്ടിൽ തന്നെ ഒരു സെറ്റപ്പ് അല്ലേ, ടേബിളൊക്കെ ആയിട്ട് അടിപൊളിയാണ് അല്ലേ? യു ഫീൽ ഗുഡ് റൈറ്റ്? അപ്പം കൂട്ടുകാരെ, ഇന്നത്തെ ചിന്താവിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭക്ഷണവും നമ്മുടെ മനസ്സിലുണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന തോട്ടുകൾ നല്ലതായിരിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ഉള്ളിലേക്ക്